വാർത്തയിൽ വിശദമായി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ എയർ ആംബുലൻസ് തകർന്നു വീണ് 7 പേർക്ക് ദാരുണാന്ത്യം. പൊള്ളലേറ്റ രോഗിയുമായി ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, ദാരുണമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഇന്നലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. 7 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിലുണ്ടായിരുന്ന ഈ ഒരു എയർ ആംബുലൻസിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു എന്ന ദാരുണമായ വിവരം തന്നെയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് ദീപ്തി, ഏറെ ദാരുണമായ സംഭവമാണ് റാഞ്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. 7 പേരാണ് വിമാനത്തിലുണ്ടായിരുന്ന 7 പേരാണ് മരിച്ചിട്ടുള്ളത്. ആകെ വിമാനത്തിലുണ്ടായിരുന്നത് 7 പേർ തന്നെയായിരുന്നു. ഡോക്ടറും രോഗിയും നഴ്സും അതുപോലെ ക്രൂ ജീവനക്കാരും അടക്കം ഉള്ള 7 പേരാണ് മരിച്ചത്. സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ്. 7:11 ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം ഒരു 23 മിനിറ്റിന് ശേഷം വിമാനത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് വിമാനം ജാർഖണ്ഡിലെ ഛാത്ര ജില്ലയിൽ തകർന്നു വീണു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. 7 മണി ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നുവെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്താൻ തുടങ്ങിയിരുന്നുവെങ്കിലും പക്ഷേ ഒരു രാത്രിയാകുന്നതും പിന്നെ അതുപോലെ ഉള്ളേരിയ ആ ഒരു ഇതും കൊണ്ടും കണ്ടെത്താൻ എവിടെയാണ് വിമാനം തകർന്നു വീണത് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സഞ്ജയ് കുമാർ എന്ന ഒരു രോഗിയുമായിട്ടാണ് ഡൽഹിയിലേക്ക് ഈ വിമാനം പുറപ്പെട്ടത്. ഗുരുതരമായി പൊള്ളലേറ്റ രോഗിക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് പോയത്. ഈ വിമാനമാണ് തകർന്നു വീണിട്ടുള്ളത്. ഇതിൽ 23 മിനിറ്റിനകം വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ശ്രമം ഏകോപിപ്പിക്കാൻ രാത്രി പൂർണ്ണമായും ശ്രമിച്ചിരുന്നുവെങ്കിലും കൂടുതലായി നടന്നില്ല. വിമാനം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയായിരുന്നു. രാവിലെയോടെയാണ് 7 പേരും മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ദീപ്തി, ശരി, ഏതായാലും ദാരുണമായ സംഭവം തന്നെയാണ്. ഇന്നലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. രോഗിയുമായി പോയ എയർ ആംബുലൻസ് ആണ് തകർന്നു വീണത്. ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന 7 പേരും മരിച്ചു എന്ന ദാരുണമായ വിവരം തന്നെയാണ് വരുന്നത്. റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ആംബുലൻസ് ആണ് ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ തകർന്നു വീണിരിക്കുന്നത്. അപകടത്തിൽ എയർ ആംബുലൻസിലായിരുന്ന 7 പേരും മുഴുവൻ പേരും വെന്തു മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. രോഗിയും ഡോക്ടറും ജീവനക്കാരും അടക്കം 7 പേരാണ് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. ഛത്ര ഡെപ്യൂട്ടി കമ്മീഷണറായ കീർത്തി ശ്രീജിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ രോഗിയായ സഞ്ജയ് കുമാറുമായി പോയ എയർ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഡോക്ടറായ വികാസ് കുമാർ ഗുപ്ത, പാരാമെഡിക് സച്ചിൻ കുമാർ മിശ്ര, സഹായികളായ അർച്ചന ദേവി, ദുരു കുമാർ, പൈലറ്റുമാരായ ക്യാപ്റ്റൻ വിവേക് വികാസ് ഭഗത്, സവരാജ് ദീപ് സിംഗ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർ 7 പേരും വെന്തു മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പൊള്ളലേറ്റ രോഗിയുമായി ഡൽഹിയിലേക്ക് പോയ റെഡ് ബോർഡ് എയർവേസിൻ്റെ ചെറുവിമാനമാണ് തകർന്നു വീണത്. റാഞ്ചിയിൽ നിന്നും പറന്നുയർന്ന ഉടനെ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. മോശം കാലാവസ്ഥയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ ഒരു സംഭവത്തിൽ എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു അന്വേഷണത്തിൽ മാത്രമേ ഈ ഒരു മോശം കാലാവസ്ഥയാണോ ഈ ഒരു അപകടത്തിന് കാരണം എന്ന വിവരത്തിലെല്ലാം ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. രാത്രി 10 മണിക്ക് ഡൽഹിയിൽ എത്തേണ്ട വിമാനമാണ് പറന്നുയർന്ന് ഒരു 20 മിനിറ്റിന് ശേഷം ഈ ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. രാജ്യത്ത് ഒരു മാസത്തിനിടെ നടക്കുന്ന 2ാമത്തെ ഒരു ചെറുവിമാന അപകടമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ജനുവരി 28-നാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ വിമാനാപകടത്തിൽ മരിച്ചത്. അതിനുശേഷം ഒരു മാസത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായ മറ്റൊരു ചെറുവിമാന അപകടമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 7 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ആംബുലൻസാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു രോഗിയുമായി പോയ എയർ ആംബുലൻസാണ് ഇത്തരത്തിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. ഈ വിമാനത്തിലുണ്ടായിരുന്ന 7 പേരും മുഴുവൻ ആളുകളും വെന്തു മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മോശം കാലാവസ്ഥ എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ഒരു വിഷയത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.